പഞ്ചാബി. എന്റെ ലോഡ്ജ് പഞ്ചാബിയോ? നമ്മുടെ സ്വന്തം സ്ഥലം, ധൈര്യമായിട്ട് വരയ്ക്കും. ഹലോ, ഇവിടെ 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 എന്താ? ഒരു റൂം വേണം. ആർക്ക്? എന്റെ ഫ്രണ്ട് ബംഗാളിക്കല്ല, പഞ്ചാബിക്ക്. നിന്റെ ഫ്രണ്ടോ? എന്റെ ഫ്രണ്ട്. നീ ഇത്രക്ക് വലിയവനാ? അല്ലെങ്കിൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. എന്റെ ലോഡ്ജിൽ ആദ്യമായിട്ട് ഒരു പഞ്ചാബി വരുന്നത്. അല്ല, നിനക്ക് ഇയാളോട്ട് എങ്ങനെ ബന്ധം? അതേ പണ്ട് പഞ്ചാബി പോയപ്പോഴുള്ള ബന്ധാ. ഈ പഞ്ചാബിനും പിന്നെ പോയിട്ടുണ്ട്. ഏത് മലയാളം അറിയില്ല. അറിയാത്തോണ്ടാണല്ലോ മിണ്ടാണ്ടിരിക്കുന്നത്. ആ, അത് ശരിയാ. ഓ, എന്നാ ബോഡിയാ, ഉരുക്ക് പോലെ ഇരിക്കുന്നു. ഈ പഞ്ചാബിൽ എവിടെയാ സ്ഥലം? എന്ന് ഞാൻ അമ്മാനാടി കളിക്കുക. താടിലേശം കൊള്ളാമോടാ. ഞാൻ അതിന്റെ മുതലാളി. ഗസ്റ്റുകളോടൊക്കെ ഇങ്ങനെയാണ് പെരുമാറണം. അതും ഒരു പഞ്ചാബിയോട്. സോറി കേട്ടാ. എടാ മോനെ ബാലു, എന്തോ എനിക്ക് ചെറിയൊരു ആഗ്രഹം. പറയണ്ട. ഈ പഞ്ചാബിയുടെ ബോഡിയിൽ ഒന്ന് തൊടാൻ പറ്റുമോ? അത് പറ്റില്ല. പ്ലീസ്, നീ ഒന്ന് ചോദിച്ചു നോക്കൂ. എനിക്ക് ഹിന്ദി അറിയാൻ മേലണ്ടല്ലേ. അല്ല, ഞാൻ ചോദിച്ചേനെ. ആ ചോദിക്കും. ബോഡി ടച്ചോട്ടെ. 500 രൂപ കൂടും. 500 രൂപ കൂടുമെന്നോ? അങ്ങനെയല്ല, പിന്നെ ആട്ടെ ഹിന്ദി പറഞ്ഞ. ചേട്ടാ, സംസാരിച്ചിരിക്കാൻ സമയമില്ല. നല്ല ക്ഷീണമുണ്ടേ. ആ റൂം ഒന്ന്. പിന്നെന്താ, തരാല്ലോ. അതിനാണ് പ്രയാസം. പേര് പറ. പഞ്ചാബിയുടെ പേര് പറ. പഞ്ചാബിയുടെ പേര് പറഞ്ഞു. പേര് പറഞ്ഞോ പറഞ്ഞോ. പഞ്ചാബി എന്തെങ്കിലും പറഞ്ഞ. ഇതിന്റെ താമസം. മുഹമ്മദ് കുട്ടി. മുഹമ്മദ് കുട്ടി. മുഹമ്മദ് കുട്ടി അല്ല, മമ്മൂട്ടി. കേറി പോടാ കാട്ടുപോന്നി. സോറി സാർ, ഇവരെ ഇല്ലാത്തവനാ. ഒന്ന് ഹിന്ദി പറഞ്ഞോടാ. അത് സാറില്ല ചേട്ടാ. ചേട്ടൻ സാറയില്ലേ പോട്ടെ. പഞ്ചാബിയുടെ പേര് പറഞ്ഞു. സിന്ധു. സിന്ധു സിന്ധു അല്ല, സിദ്ധു. 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 എന്നെ പറ്റിക്കാൻ നോക്കണ്ട. കളിക്കാരനല്ലേ? ഇയാളും കളിക്കാരനാണോ? എന്ത് കളി? ക്രിക്കറ്റ് കളിക്കാരൻ. സിദ്ധു. എടാ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ നിനക്കറിയോ? എന്താ? എന്തെങ്കിലും ഒരിക്കേ സിദ്ധുവിനെ ഒന്ന് നേരിട്ട് കാണണം. എന്നിട്ടൊരു ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങണം. സിദ്ധു അതാരാ? അതൊരു വലിയ ക്രിക്കറ്റ് കളിക്കാരനാണ്. അതെങ്ങനെ? ക്രിക്കറ്റ് കളി പോലും അറിയാതെ നിനക്ക് സിദ്ധുവിനെ അറിയാനാ? അണ്ണാ, വർഗീസ് അണ്ണാ. എന്തേ? ഏയ്, ഒന്നുമില്ല. പക്ഷേ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അയ്യോ, വിശ്വാസം വരുന്നില്ലേ? ദൈവ സത്യം, ഇവന്റെ അച്ഛനുള്ള സത്യം, ഇത് സിദ്ധു തന്നെ സത്യം. അതല്ല, സിദ്ധു എന്റെ ലോഡ്ജിൽ വന്നെന്ന് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ചേട്ടാ, അപ്പൊ റൂമിന്റെ കാര്യം നീ കാണും. ഇതാണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളുള്ള ഏറ്റവും വലിയ മുറി. ഇത് കണ്ട, ഇതാണ് കുളിമുറിയും കക്കൂസും. ചൂടോളം വേണോ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുതരാം. മറ്റേ 2 കുള്ളന്മാരല്ലേ, അവരെ നമ്പർ ഇത് കേട്ടാ. പിന്നെ ഇതാ ആ ജനൽ തുറന്നിട്ടാ നല്ല കാറ്റ് കിട്ടും. ചേട്ടാ, അല്ല, ഞാൻ ബാക്കി പറഞ്ഞു കൊടുക്കണം. അയാടാ, ഇതൊന്ന് ഹിന്ദി പറഞ്ഞു കൊടുത്തേ. അതൊക്കെ പറഞ്ഞോളൂ. നീ എന്തിനു തള്ളണ? ഈ എന്തിനാണ് അവിടെ കിടന്ന് ഒച്ചപ്പാട്ടിലാക്കിയ അയാളുടെ പാട്ടിന് പോകും. അയാൾ പോയി കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ എന്റെ നാണക്കേട്. അങ്ങനെയാണല്ലേ? പിന്നല്ലാണ്ട്. എന്നാ നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. അത് പിന്നെ അയാളുമായിട്ട് ഒരു സെൽഫി നീ എടുത്തു തരണം. അത്രേ ഉള്ളൂ. അത് ഞാൻ റെഡിയാക്കി തരാം. ചേർന്നിപ്പിച്ചല്ലേ? ശരിയാക്കി തരുമല്ലോ. ശരിയാക്കി തരാം. ഓ, രാമ 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 രാമ. നിനക്ക് നാണമില്ല? നീ ഒരു ചെറുപ്പക്കാരനല്ലേ? നീ ഇത് റെഡിയായില്ലേ? നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഞങ്ങള് വിളിച്ചാന്നേ, അവന് പേടിയായിരുന്നു. പേടിയാണ്. ഞാൻ കൂടെ പൊക്കോട്ടോ. ഞാൻ കട്ടിലവിടെ എവിടെയെങ്കിലും ചുരുളോളാം. അത്രയ്ക്ക് ത്യാഗം നീ ചെയ്യണ്ട. നീ വേറെ റെഡിയാക്കി എഴുന്നേക്ക്. എടാ, റെഡി ആവാൻ.
ഒന്ന് വേഗം റെഡി ആയിക്കണം. ആദ്യത്തെ പേടിയുള്ളടാ, പിന്നെ അങ്ങ് മാറിക്കൊള്ളുമല്ലോ. ചേച്ചി കേറി പോടാ. ചേച്ചി അറിവില്ല പൈതലാണ്, സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്തോണം. ഓൾ ദ ബെസ്റ്റ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണ് കൂട്ടി കൊടുക്കണത്. വെറുതെ അല്ലല്ലോ, അവനെ നല്ല ഊറ്റിട്ടല്ലേ. ടച്ചിങ്സ് റെഡി. എവിടെയാ? ഞാനിപ്പോ അതെല്ലാം ആലോചിക്കണേ, അവിടെ ഇപ്പൊ എന്തായിരിക്കും നടക്കണേ? ശിവണ്ണ, എനിക്കൊരു സമാധാനമില്ല. ഞാനൊന്ന് പോയി നോക്കിയാലാ? വേണ്ട വേണ്ട വേണ്ട, തെറ്റ തെറ്റ വേണ്ട. ആരാ? ഞാനാ. ചേട്ടനാ? എന്നാട്ടാ? പുള്ളി എവിടെ? സിദ്ധു, എന്താ കാര്യം? പുള്ളി ഫ്രീ ആയോ? എന്താ കാര്യം? ഒരു സെൽഫി എടുക്കാൻ വേണ്ടിയാ. പുള്ളി ബിസിയാ. ബിസിയാ. അതെന്തോറ്റി? പുള്ളി പത്മാസനത്തിലാ. അതെവിടെയാണ്? ചേട്ടാ ഈ മറ്റേ ആസനയില്ലേ, മറ്റേ പത്മാസനം. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഒന്ന് പറഞ്ഞേക്കണം. ഞാൻ പോയിട്ട് പിന്നെ വരാം. പിന്നെ സാധനം തീരുമ്പോ പറയണം. വർഗീസ് എണ്ണെല്ലാം ഉണ്ട്. സെൽഫി ഡേയ്സ് ഞാൻ വേണ്ടി പറയട്ടാ, പോയിട്ട് വരട്ടെ. മര്യാദ അടിക്കണം. അപ്പൊ ഇതാണല്ലേ തന്റെ പ്രശ്നം? സാരമില്ല, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഈ പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലട്ടാ, ഓരോ സാഹചര്യങ്ങൾ അവർ ചീത്താക്കണേ. എന്താടാ ഊളെ? ചേട്ടാ എന്നാട്ടാ സെൽഫി എടുക്കണ കാര്യം? ഒരുത്തനവിടെ സെൽഫി എടുത്തോണ്ടിരിക്കുക. അതാര്? ആ മനു. അതാണല്ലേ അവനിവിടെ കാണാത്തത്. അതെ, പിന്നെ സിദ്ധുവിന്റെ കൂടെയുള്ള ആ സെൽഫിയുടെ കാര്യം. എന്റെ പൊന്നടാ, അത് സിദ്ധു ഒന്നല്ല, സിന്ധു. അതൊരു ഭൂലോകം. നിന്നെ കാണിച്ചു കണ്ടോണ്ടിരിക്കുന്നത് മൂടും പോയി. അടിപൊളി. നല്ല മൂഡിൽ വന്നായിരുന്നു. അന്നേരം അവന്റെ അമ്മയുടെ സിദ്ധു വന്നല്ലോ. ഞാനിന്ന് മുള്ളിയിട്ട് വരാട്ടാ കേട്ടാ. അപ്പോ ഇതൊന്നൊരു തെറ്റല്ലേ? ഇത് തെറ്റാണോ ശരിയാണോ എന്ന് അവലോകനം ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷേ മനുവിന്റെ ഈ പ്രശ്നം അത് ഇത്തിരി കുഴപ്പ. ആണോ? വിഷമിക്കണ്ട, ഇതൊക്കെ മാറ്റിയിട്ട് ഈ സിന്ധു ഇവിടുന്ന് പോകും. ആഹാ, പേടിക്കല്ലേടോ, താൻ കണ്ണടച്ചിരുന്നാ മതി. കണ്ണടക്കടോ. നീയായിരുന്നോ? പേടിച്ചും പോയി. എന്തേ? അല്ല,
കുടിക്കാൻ വല്ലതും വേണോ മോനെ? വേണ്ട ഗ്ലൂക്കോസ് ഒന്ന് ആരെങ്കിലും പിടിച്ചു വേണ്ട. നീ എവിടെ പോടാ? മുള്ളാൻ പോയതാ മുള്ളാൻ. ഇതുവരെ കഴിഞ്ഞില്ല ഈ ഒരക്കല്. ഇപ്പൊ എവിടെ പോണ്? മുള്ളിട്ട് വരാം. ഒന്നുകൂടി മുള്ളിട്ട് വരാടാ. മുള്ളാൻ തന്നെ പോണേ.